ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയെ പറ്റി നമ്മൾ പറയുകയായിരുന്നു. ഡോക്ടർമാരുടെ പ്രതികരണം നമ്മൾ കണ്ടു. അത് നേരിയ ആശ്വാസം നൽകുന്ന പ്രതികരണം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ പരിക്ക് ഗുരുതരമാണോ ചോദിച്ചാൽ ഗുരുതരമാണ്. കാരണം തലച്ചോറിനും ശ്വാസകോശത്തിനുമാണ് പരിക്ക്. മറ്റ് വലിയ ഫ്രാക്ചറൊന്നുമില്ല എന്ന് ഡോക്ടർമാർ പറയുന്നു. ഡോക്ടർമാരുടെ വൈദ്യന്മാർ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ആ സംഘത്തിൽ കേരളം ഒന്നാകെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പരമാവധി ചികിത്സ അവർ നൽകുന്നുണ്ട്. മാത്രമല്ല ലൈഫ് ത്രെട്ടണിങ് അല്ല എന്നുകൂടി ഡോക്ടർ പറയുന്നു. സ്റ്റേബിൾ ആണെന്ന് ചോദിക്കുമ്പോൾ സ്റ്റേബിൾ ആണ് എന്ന് പറയാൻ ആ ഡോക്ടർമാർ കഴിയുന്നില്ല. അതിന് കാരണം ഈ പരിക്കിൻ്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ്. 24 മണിക്കൂർ അണ്ടർ ഒബ്സർവേഷനാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവർ ഡോക്ടർമാരുടെ ഭാഷയിൽ വൈറ്റൽ സ്റ്റാറ്റസൊക്കെ ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷമാണ് കൂടുതൽ ചികിത്സയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുക. ഈ പറയുന്ന രീതിയിൽ തലച്ചോറിലുണ്ടായ ഇഞ്ചുറി അത്രത്തോളം ഉള്ളതുകൊണ്ടാണ് വെന്റിലേഷൻ സപ്പോർട്ട് കൊടുക്കേണ്ടി വരുന്നത് എന്ന് ഡോക്ടർമാർ പറയുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ CT സ്കാൻ അടക്കമുള്ള ചികിത്സയുടെ അല്ലെങ്കിൽ പരിശോധനയുടെ ഡയഗ്നോസിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സ്ലോ ആയി മാത്രമേ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുള്ളൂ എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. അത് ഈ പരിക്കിൻ്റെ ഏത് രീതിയിലാണ് അതിൻ്റെ പ്രോഗ്രഷൻ അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ്, അത് ഏത് രീതിയിലാണ്, അത് സുഖപ്പെടുന്നുണ്ടോ അതോ മറിച്ചാണോ അവസ്ഥ എന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാകണം അടുത്ത മണിക്കൂറുകളിൽ ചികിത്സ നിശ്ചയിക്കുക. YS അഭിനന്ദ് ചേരുന്നു. അഭിനന്ദ്, എന്തായാലും ഡോക്ടർമാർ അത് പറയുന്നുണ്ട്, മന്ത്രി P രാജീവ് അടക്കം ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. എല്ലാ ഡോക്ടർമാരും എന്ന് പറഞ്ഞാൽ എല്ലാ സ്പെഷ്യലിസ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട ഒരു ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഉമാ തോമസ് MLAക്ക് നൽകാൻ കഴിയുന്നതിന് മാക്സിമം ചികിത്സ നൽകുകയാണ് എന്ന് തന്നെയല്ലേ ഡോക്ടർമാർ പറയുന്നത്? അഭിനന്ദ്. ഹാഷ്മി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് പാലാരിവട്ടത്തെ ഈ റിനെ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ കൃത്യമായ ചികിത്സാ സംവിധാനങ്ങളാണ് ഉമാ തോമസിനെ സംബന്ധിച്ചോളം ഒരുക്കിയത്. ആദ്യം തന്നെ CT സ്കാനിൽ പ്രവേശിപ്പിച്ചു. CT സ്കാനിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നാണ് ആദ്യം അവർ പരിശോധിച്ചത്. അതിനുശേഷം അടിയന്തരമായി വെന്റിലേറ്ററിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം നൽകി. വെന്റിലേറ്ററിൽ ഇപ്പോൾ മാറ്റിയതിനു ശേഷമാണ് ഡോക്ടർമാർ ഇപ്പോൾ മാധ്യമങ്ങളോട് കൃത്യമായി തന്നെ ഉമാ തോമസിന്റെ ആരോഗ്യനിലയിലടക്കം ഒരു വ്യക്തത വരുത്തുന്ന പ്രതികരണം ഉണ്ടായത്. അവർ പറഞ്ഞത് ഇപ്രകാരമാണ്: തലച്ചോറിന് പ്രശ്നമുണ്ട്, തലച്ചോറിന്റെ ഉണ്ടായ പരിക്ക്, അതിനാണ് കൃത്യമായി അവർ ഫോക്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ചികിത്സ ഉണ്ടാകണമോ എന്നതാണ് ഇപ്പോൾ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. തലച്ചോറിനൊപ്പം തന്നെ ശ്വാസകോശത്തിനും പ്രശ്നങ്ങൾ ഉണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലൊക്കെ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളാണെന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. അപ്പം തന്നെ അടിയന്തരമായ ഒരു ശസ്ത്രക്രിയയിലേക്കോ അല്ലെങ്കിൽ മറ്റ് ചികിത്സ ഉറപ്പാക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഇല്ല എന്നും പറയുമ്പോൾ തന്നെ അവർ സ്റ്റേബിൾ അല്ല എന്നും കൂടി ഡോക്ടർമാർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വെന്റിലേറ്ററിലാണ് നിലവിൽ ഉമാ തോമസ് ഉള്ളത്. കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കാനുണ്ട്. ആ പരിശോധനകളിലടക്കം ഇനി എന്താണ് എന്നുള്ളത് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. CT സ്കാനിന് ശേഷം അവർ വെന്റിലേറ്ററിലേക്ക് പ്രവേശിച്ചു. വെന്റിലേറ്റർ കൃത്യമായ പരിശോധനകൾ നടത്തിയത്. ആ പരിശോധനകളിലാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘം നടത്തിയത്. ന്യൂറോ സർജനായിട്ടുള്ള ആൽസി അടക്കമുള്ള ആളുകൾ കൃത്യമായി തന്നെ ഈ പാലാരിവട്ടത്തെ റിനെ ഹോസ്പിറ്റലിൽ എത്തി പരിശോധനകൾ. ഡോക്ടർമാർ കോൺഫിഡന്റ് ആണെന്ന് തോന്നുന്നു. എന്താണ് ഈ കാലിലെ പരിക്കൊക്കെ അല്ലെങ്കിൽ പൊട്ടൽ പോലുള്ള കാര്യങ്ങൾ മാനേജബിൾ ആണ് എന്ന് തന്നെ പറയുന്നുണ്ട്. നമ്മൾ ആന്തരിക രക്തസ്രാവം വരുമ്പോഴുണ്ടായിരുന്നു, ഇപ്പോൾ ആന്തരിക രക്തസ്രാവം ഇല്ല എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. അഥവാ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ തലച്ചോറിലടക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ എന്താണ് അതിനുള്ള പ്രതിവിധി എന്ന് ഡോക്ടർമാർക്ക് നല്ല നിശ്ചയമുണ്ട്. മറ്റൊരു പ്ലാനിനെ കുറിച്ച് ഡോക്ടർമാർക്ക് നല്ല നിശ്ചയമുണ്ട്. എല്ലാ ഡോക്ടർമാരും അവിടെയുണ്ട്. എനിക്ക് തോന്നുന്നു ഡോക്ടർമാരുടെ സംഘം നല്ല കോൺഫിഡൻ്റ് ആണ്. അഭിനന്ദ്, അല്ലേ? തീർച്ചയായിട്ടും ഡോക്ടർമാരുടെ സംഘം ആത്മവിശ്വാസത്തോടുകൂടിയുള്ള പ്രതികരണം തന്നെയാണ് ഹാഷ്മി അവർ നമ്മളോട് പറഞ്ഞത്. കാര്യം അവർക്കിത് അടിയന്തരമായ ശസ്ത്രക്രിയയിലേക്ക് പോകേണ്ട സാഹചര്യം നിലവിലില്ല. പക്ഷേ അത് കൃത്യമായിട്ടുള്ള ഒരു പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. ആ പരിശോധനകൾക്ക് ശേഷമായി കൂടുതൽ അപ്ഡേഷൻസ് തരാമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാവുന്നതുപോലെ 20 അടി ഉയരത്തിൽ നിന്നാണ് താഴേക്ക് വീഴുന്നത്. എന്തായാലും അവർ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം അബോധാവസ്ഥയിൽ തന്നെയാണ് ആ സമയത്ത് ഉമാ തോമസ് MLA ഉണ്ടായിരുന്നത്. അബോധാവസ്ഥയിലാണ് ആ പാലാരിവട്ടത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം CT സ്കാനാണ് നിർദ്ദേശിച്ചത്. CT സ്കാനിലാണ് തലച്ചോറിന് ഗുരുതരമായ രക്തസ്രാവം ഉണ്ടായതായി കണ്ടെത്തുന്നത്. ഉടൻ തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുകയായിരുന്നു. ഈ ശ്വാസകോശ സംബന്ധമായ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പൊ റിബ്സിലുണ്ടായ ഒരു പരിക്കും എന്നും കൂടി ഡോക്ടർമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞു. പക്ഷേ ആത്മവിശ്വാസത്തോടുകൂടിയുള്ള പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. എന്തായാലും അടിയന്തരമായ ശസ്ത്രക്രിയയിലേക്ക് പോകേണ്ടതില്ല എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റേബിൾ അല്ല എന്ന് കൂടി പറയുന്നുണ്ട്. കാരണം അബോധാവസ്ഥയിലാണ് പ്രവേശിപ്പിച്ചത്. ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ എന്തായാലും നിലവിൽ മന്ത്രി P രാജീവ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയിലാണ് ഈ ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തീർച്ചയായിട്ടും മന്ത്രിമാരുൾപ്പെടെ ഉമാ തോമസ് MLAയുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ എന്തൊക്കെ തരത്തിലുള്ള പുരോഗതികൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇപ്പോൾ മന്ത്രി P രാജീവ് ആശുപത്രിയിൽ എത്തി എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്.
മന്ത്രി സജി ചെറിയാൻ കാര്യങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ധാരാളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ, ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരൊക്കെ തന്നെ ഈ ഉമാ തോമസ് എംഎൽഎയുടെ പരിക്കിന് പിന്നാലെ അവിടേക്ക് എത്തുന്നുണ്ട്. വലിയൊരു പരിപാടിയാണ് നമ്മളിപ്പോൾ ആ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ ആ പരിപാടി അതോടൊപ്പം എന്തോ കുറേയധികം നർത്തകർ ഒരുമിക്കുന്ന ഗിന്നസ് റെക്കോർഡൊക്കെ ലക്ഷ്യമിടുന്ന വലിയൊരു വിശാലമായ പരിപാടിയാണ്. അതിൻ്റെ വളരെ വിശാലമായ സ്റ്റേജാണ്. പക്ഷേ ആ സ്റ്റേജ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെ കുത്തനെ കെട്ടിപ്പൊക്കിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏകദേശം ഒരു നില കെട്ടിടത്തിൻ്റെയൊക്കെ മുകളിലേക്ക് അത് കുത്തനെ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു സുരക്ഷാവേലിയോ ഒന്നും നമുക്ക് പ്രകടമായി കാണാൻ കഴിയാത്ത രീതിയിൽ കുത്തനെ കെട്ടിപ്പൊക്കിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു അപകടം അത് ആർക്കും സംഭവിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ആ സ്റ്റേജ് വെച്ച് കെട്ടിവെച്ചിരിക്കുന്നത്. അതെന്താണ് ഉണ്ടായതെന്ന ഗൗരവത്തിൽ അന്വേഷണം വേണ്ടതല്ലേ അത് അഭിനന്ദ്? ഹാഷ്മി, തീർച്ചയായിട്ടും ഗൗരവമായ ഒരു അന്വേഷണം ഇതിന് പിന്നാലെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം ഇത് നേരത്തെ തുടങ്ങിയതാണ്. കാരണം വലിയ ഒരു പരിപാടികൾ സംഘടിപ്പിക്കുന്ന സമയത്ത് പോലും ഈ കാണികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവിടെ മത്സരിക്കാനെത്തുന്ന മത്സരാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിരന്തരം നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് കൃത്യമായ ഇടപെടലോ നടപടികളോ ഇതിനോടകം തന്നെ ഭരണകൂടം സ്വീകരിച്ചിട്ടില്ല എന്നത് വളരെ വ്യക്തമായ കാര്യവുമാണ്. അതാണ് ഇപ്പോൾ സ്ഥലം എം എൽ എക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത്. എന്തായാലും വലിയൊരു പരിപാടിയായിരുന്നു ഹാഷ്മി ഇവിടെ സംഘടിപ്പിച്ചത്. ഏതാണ്ട് 12,000-ഓളം പേർ ഒരുമിച്ച് നൃത്തം ചെയ്യേണ്ടിരുന്ന വലിയൊരു പരിപാടി. ദിവ്യ ഉണ്ണിയാണ് ഇതിന്റെ പ്രധാനമായി നേതൃത്വം നൽകുന്നത്. വിവിധ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുണ്ടായിരുന്നു, ജനപ്രതിനിധികളുണ്ടായിരുന്നു. അവിടുന്നാണ് അപകടം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അപ്പൊ അത്ര ഉയരത്തിൽ സ്റ്റേജ് കിട്ടും. ഇപ്പോൾ അത്ര ഉയരത്തിൽ സ്റ്റേജ് കിട്ടുമ്പോൾ ഒരാൾ താഴെ വീഴാനുള്ള പോസിബിലിറ്റി എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ ആ പോസിബിലിറ്റി തടയാനുള്ള കൈവരി കെട്ടലോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള വളരെ വിശദമായ പരിശോധന അതിൽ വേണം. കാൽ വഴുതാനുള്ള സാധ്യത എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ അതിനെ തടയിടാൻ സാധാരണഗതിയിൽ അത്തരത്തിലൊക്കെ ഉണ്ടാവാറുള്ളതാണ് സ്റ്റേജുകളിൽ. അത് ഉണ്ടായിട്ടുണ്ടോ എന്ന ഒക്കെ അന്വേഷണത്തിൽ വ്യക്തമാകട്ടെ.